എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാഗേന്ദ്രൻ അവന്തികയുമായിട്ട് സംസാരിക്കുന്നതിനിടയ്ക്ക് പറയുന്നുണ്ട്, അനിയും നന്ദുവും തമ്മിൽ ഇപ്പോഴും ഇഷ്ടത്തിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന്. അന്നേരം അവന്തിക പറയും, അതിന് സംശയം എന്താ, അതങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ വിവാഹ നിശ്ചയം മുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അനിയേട്ടനാണ്. അനിയേട്ടൻ എന്നോട് സംസാരിച്ചപ്പോൾ പോലും മനസ്സിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. അത് ഉള്ളിൽ അടക്കി പിടിച്ചാണ് എന്നോട് സംസാരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയും സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. അനി അവിടെ തുറന്നു പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടാവുകയാണെങ്കിൽ അത് നന്ദു ആണെന്നാ. അത് മുത്തശ്ശൻ അവന്തിയോട് പറഞ്ഞതുമല്ലേ, പിന്നെ എന്താ അവന്തിക ഇങ്ങനെ സംസാരിക്കുന്നത് എന്നറിയില്ല. ഏതായാലും ഇത് കേട്ട് കഴിയുമ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇതിനെല്ലാം ഞാനൊരു തിരിച്ചടി കൊടുക്കും, അതിനു വേണ്ടിയൊക്കെ തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ എന്നെ മുളയിൽ അങ്ങ് നുള്ളിക്കളഞ്ഞ് മൂർത്തി. പക്ഷേ അതുകൊണ്ടൊന്നും ഞാൻ അടങ്ങിയിരിക്കത്തില്ല. എനിക്ക് നല്ലൊരു അവസരം കിട്ടാൻ ഞാൻ നോക്കിയിരിക്കുവാണ് തിരിച്ചടിക്കാൻ എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് അനി നിനക്ക് സ്വന്തമായിരിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം, അതെങ്ങനെയെങ്കിലും നടത്തിയെടുക്കണം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് നാഗേന്ദ്രൻ ജലജയെപ്പറ്റി ചോദിക്കുമ്പം അവന്തിക പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്തോ ഭയങ്കര ടെൻഷനുണ്ട് അച്ഛൻ തിരിച്ചു വന്ന കാര്യം കേൾക്കുമ്പം. എന്നെ അത്ര വലിയ സംശയമൊന്നുമില്ല, പക്ഷേ അച്ഛനെയും അഭിയേട്ടനെയും ഒരുമിച്ച് കണ്ടതുകൊണ്ട് അഭിയേട്ടനെ നല്ല സംശയമുണ്ട്. എന്തോ ഒരു കാര്യം അമ്മ മറച്ചു വെക്കുന്നുണ്ട്, അമ്മ അതിനെ ഭയക്കുന്നുണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അവളും ഞാനും തമ്മിൽ ഉള്ള ജീവിതത്തിൽ ഞങ്ങൾക്കിടയ്ക്ക് വലിയൊരു സംഭവം നടന്നിട്ടുണ്ട്. അതാണ് അവൾ ഭയക്കുന്നത്. അവളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, അവളുടെ സ്നേഹത്തിൽ പോലും വിഷമുണ്ട്, അത് അറിഞ്ഞു നിൽക്കണമെന്നൊക്കെ നാഗേന്ദ്രനും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് അനി വിളിക്കുന്നു, ഒരു താങ്ക്സ് പറയുന്നു. അന്നേരം എന്തിനാ താങ്ക്സ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ഒന്നും അറിയത്തില്ല, ഏതായാലും കറക്റ്റ് സമയത്ത് നീ മുത്തശ്ശനെ വിളിച്ചതുകൊണ്ട് എൻ്റെ നിശ്ചയം അങ്ങ് മുടങ്ങിക്കിട്ടി, മുടക്കാൻ എന്താണ് ഒരു മാർഗം എന്ന് ഓർത്തിരിക്കുമായിരുന്നു ഞാൻ. ഏതായാലും നന്ദിയുണ്ട് ടോടി എന്ന് പറയുമ്പം, എനിക്കിവിടെ ഒരു കംപ്ലൈൻറ്റ് കിട്ടി, അത് ഞാൻ മുത്തശ്ശനെ അറിയിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം, എന്താണെങ്കിലും എൻ്റെ നിശ്ചയം മുടങ്ങിയല്ലോ, അത് മതി, ഏതായാലും നിനക്ക് സമാധാനം ആയില്ലേ എന്ന് ചോദിക്കുമ്പം, എനിക്കെന്ത് സമാധാനം, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, നീ ഒരുപാട് കിടന്ന് ഉരുളൊന്നും വേണ്ട, നീ ഇന്നലെ നന്നായിട്ട് കിടന്ന് ഉറങ്ങി എന്ന് പറഞ്ഞതൊക്കെ വെറും നോണയാണ് എന്ന് എനിക്കറിയാം, എന്നേക്കാൾ ഏറെ ഈ നിശ്ചയം മുടങ്ങാൻ നീ പ്രാർത്ഥിച്ചു കാണും എന്നും എനിക്കറിയാം എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, എൻ്റെ ഈശ്വര, ഇനി ഇതിൻ്റെ പേരിൽ വീട്ടിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും എന്ന് എനിക്കറിയത്തില്ല, അമ്മയും അച്ഛനും കൂടി എൻ്റെ തലയെടുക്കും എന്ന് പറയുമ്പം ആനി പറയുന്നുണ്ട്, അത് ചിലപ്പോൾ നടന്നേക്കും, ഈ സംഭവം അറിഞ്ഞ് ഇവിടുന്ന് ആൻറ്റി ഇത്തിരി ദേഷ്യത്തിലാണ് പോയേക്കുന്നത്, അതുകൊണ്ട് നീ സൂക്ഷിച്ചും കണ്ട് നിന്നോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനി ഫോം വയ്ക്കുന്നത്. ഈ സമയം വീട്ടിൽ വന്ന് കനകയും ഗോവിന്ദനോട് ചർച്ചകൾ നടത്തുന്നു. കനക പറയുന്നുണ്ട്, അവൾ ചെയ്തത് മഹാമോശമായി പോയി, നമ്മളെ ആ വീട്ടിൽ നാണം കെടുത്തിയില്ലേ എന്നൊക്കെ പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, ശരിക്കും നമ്മളുടെ മുമ്പിൽ വെച്ച് ഇതൊക്കെ നടന്നത് വളരെ മോശമാണ്, അവളിങ്ങ് വരട്ടെ എന്നൊക്കെ പറയുവാണ്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതും കറക്റ്റ് നന്ദു വരും. നന്ദു കയറി വന്നിട്ട് അവരെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് പോകാൻ തുടങ്ങുവാണ്. അന്നേരം നിക്കടി എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുവാണ് കനക. എന്നിട്ട് ചോദിക്കും, നീ ഇന്ന് എന്താ കാണിച്ചതെന്ന് എനിക്കറിയാവോ, എന്തിനാ നീ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ ഡ്യൂട്ടിയെ ചെയ്തേ, ആ ഡ്യൂട്ടി എനിക്ക് ചെയ്യണമായിരുന്നു, പിന്നെ ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അന്നേരം കനക ചോദിക്കുവാണ്, നീ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ അവിടുത്തെ മുത്തശ്ശനെ വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ, ആ വിവാഹ നിശ്ചയം കഴിഞ്ഞങ്ങ് വിളിച്ചാൽ പോരായിരുന്നോ. അന്നേരവും നന്ദു പറയുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല, എനിക്കത് ചെയ്തേ പറ്റുള്ളായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഗോവിന്ദൻ, എന്തുകൊണ്ട് നീ അങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യമില്ലായിരുന്നു, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ആ വീട്ടിൽ ചെന്നപ്പം അവന്തികയ്ക്ക് വാക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്, അനിയുടെയും അവന്തികയുടെയും ജീവിതത്തിലേക്ക് നീ കടന്നു കയറില്ല, അവരുടെ വിവാഹത്തിനോ വിവാഹ നിശ്ചയത്തിനോ നീ ഒരു തടസ്സമാകില്ല എന്ന്, ആ വാക്കാണ് ഒറ്റ നിമിഷം കൊണ്ട് നീ തെറ്റിച്ച് കളഞ്ഞത് എന്നൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട്, നിങ്ങളോടൊന്നും ഞാൻ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, നിൻ്റെ മനസ്സിലിരിപ്പ് നടക്കത്തൊന്നുമില്ല, ഏതായാലും ഇങ്ങനെയൊക്കെ ചെയ്താലും നീയും അനിയും ഒന്നിക്കും എന്നും നീ കരുതണ്ട എന്ന് പറയുമ്പോൾ, അങ്ങനെയുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല എന്ന് പറയും. അന്നേരം കനക പറയും, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല, ഞങ്ങളങ്ങ് വിശ്വസിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നന്ദു പറയുവാണ്, അങ്ങനെ വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് അങ്ങ് പോയേക്കാമെന്ന്. അന്നേരം അങ്ങനെ നീ പോവുകയാണെങ്കിൽ പോടി എന്ന് പറയുമ്പോഴത്തേക്കും എന്നാൽ ശരി ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ഇറങ്ങി പോവാണേ. അന്നേരം കനക വയ്ക്കും, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അന്നേരം നന്ദു പറയും, ഞാൻ എങ്ങോട്ട് പോയാലും നിനക്ക് കുഴപ്പമില്ലല്ലോ, പിന്നെ എന്തിനാണ് ചോദിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവാം. അന്നേരം ഗോവിന്ദൻ കനകയോട് ചോദിക്കും, കനക അവൾ പോവാ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അന്നേരം കനക പറയുന്നുണ്ട്, അവൾ അങ്ങനെ പോയാലും 2-3 ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരും, നമ്മൾ ഇനി പുറകെ പോയി വിളിക്കുകയൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യം
ആവശ്യമില്ല എന്ന്. പിന്നീട് ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശ് ഫോണിൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചുക്ക് കാപ്പിയൊക്കെ ആയിട്ട് ദേവേനി വരും. ആദർശിന് എന്തോ തൊണ്ടവേദനയുണ്ട്, അതിനാണ് ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. അത് കുടിച്ചുകൊണ്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, ശരിക്കും ഈ നാഗേന്ദ്രൻ എന്താണ് നമ്മളോട് ചെയ്തത്? നാഗേന്ദ്രൻ ചെയ്ത ചതി എന്താണ്? ആ പേര് കേൾക്കുന്നത് മുത്തശ്ശന് ഭയങ്കര ദേഷ്യമാണ്. സംഭവം എന്താണെന്ന് മാത്രം അറിയത്തില്ല. അമ്മയ്ക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ എന്ന് ചോദിക്കും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, എനിക്ക് അതിനെപ്പറ്റി വളരെ കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. നിനക്ക് നമ്മളുടെ ജ്വല്ലറി പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ശങ്കരൻ അങ്കിളില്ലേ, ആ അങ്കിളിനെ അറിയാവോ എന്ന് ചോദിക്കും. അന്നേരം അറിയാലോ, ആ അങ്കിളെ എല്ലാ പ്രാവശ്യത്തെയും വാർഷികത്തിന് നമ്മുടെ ജ്വല്ലറി വരാറുള്ളതാണല്ലോ എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, എങ്കിൽ നീ പോയി ആ അങ്കിളിനെ കാണുക. ശരിക്കും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്നത് അങ്കിളിനാണ്. പണ്ട് അവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് മുത്തശ്ശൻ്റെ വിശ്വസ്തനായിരുന്നു. ഇപ്പോഴും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സാമ്പത്തിക സഹായമൊക്കെ മുത്തശ്ശൻ ചെയ്യുന്നത്. അതുകൊണ്ട് നീ ആ അങ്കിളിനെ പോയി കണ്ടാൽ മതി. അതുപോലെ ദേവേനി ചോദിക്കുന്നുണ്ട്, നാഗേന്ദ്രൻ്റെ പുറകെ പോകേണ്ട കാര്യമുണ്ടോ? ഇനിയിപ്പം നാഗേന്ദ്രനെ കൊണ്ട് നമുക്ക് വലിയ ശല്യമൊന്നും ഉണ്ടാകിയല്ലോ എന്നൊക്കെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ പറയാൻ പറ്റത്തില്ല. അയാൾ നമുക്കിട്ട് പാര വയ്ക്കാൻ വേണ്ടി തന്നെയാണ് ഈ നാട്ടിലേക്ക് എത്തിയത്. അയാൾ ഇപ്പോഴും അയാളുടെ ജ്വല്ലറിയിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ പാസ്റ്റ് അറിഞ്ഞിരിക്കണം. അയാൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ സഞ്ചരിച്ചു എന്ന് അറിയാൻ അത് സഹായിക്കും എന്നൊക്കെ പറയുമ്പോൾ, എങ്കിൽ നീ അങ്ങനെ ചെയ്യുക എന്ന് പറയുവാണ് ദേവയാനി. അത് കഴിഞ്ഞ് ഇത് വന്ന് നയനിയോട് പറയുന്നുണ്ട്. അന്നേരം നയനിയും ചോദിക്കുന്നുണ്ട്, എന്താ സംഭവം എന്ന് നമുക്ക് അറിയണം, പക്ഷെ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ആദർശ് പറയും, പോകണം, എന്താണ് സംഭവിച്ചതെന്ന് അറിയണം, അല്ലെങ്കിൽ ശരിയാകുകയില്ല എന്ന്. അതുപോലെ അഭിയും നാഗേന്ദ്രനും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടോ എന്ന് സംശയമുണ്ട് എന്ന് നയന പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, ബന്ധമുണ്ടോ എന്ന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ തമ്മിൽ നല്ല ബന്ധമുണ്ട്. അതിവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും എന്ന് അവനറിയാം. അതുകൊണ്ടാണ് അവൻ അതൊന്നും പറയാത്തത്. പിന്നെ കള്ളത്തരം കാണിക്കാൻ ഒരു മടിയും ഇല്ലാത്തവനായതുകൊണ്ട് അവൻ്റെ അമ്മയെ പറഞ്ഞ് പറ്റിച്ചിട്ടും ഉണ്ടാകും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ആദർശ് നയനയോട് പറയുന്നുണ്ട്. അതിനുശേഷം ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ നിന്ന് ഒരു ഫോൺ കോൾ വരും. വിളിക്കുന്നത് ജയനാണ്. ഇവരെ കാണാൻ വേണ്ടി ആരോ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. എങ്കിൽ കാണാൻ പോകാം എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി പോകുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ താഴെ വന്ന ആൾക്കാരൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ കാണിക്കുന്നത് ആദർശ് നേരെ ഈ ശങ്കരൻ്റെ അടുത്ത് ചെല്ലുന്നതാണ്. അവിടെ ചെല്ലുമ്പം വന്ന് വാതിൽ ഓർക്കുന്ന മകളാണെന്ന് തോന്നുന്നു. അച്ഛൻ എന്തെന്ന് ചോദിക്കും. അച്ഛൻ പണിപ്പുരിയിലാണ്, ഞാൻ ഇങ്ങോട്ട് വിളിക്കാം എന്ന് പറയുമ്പം, വേണ്ട, ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം എന്ന് പറഞ്ഞാൽ ആദർശ് അങ്ങോട്ട് ചെല്ലുന്നു. ആദർശിനെ കാണുന്നെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ചാടി എഴുന്നേക്കും. ദേ ഇങ്ങോട്ട് വന്നോ കുഞ്ഞ്, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേനല്ലോ എന്നൊക്കെ പറയും. എന്നിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനായിരുന്നു, പഴയ കാര്യമാണ്, എനിക്ക് പറഞ്ഞു തരാമോ എന്ന്. എന്നിട്ട് എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ നാഗേന്ദ്രൻ്റെ വിഷയമാണ് എന്ന് പറയും. അന്നേരം അങ്ങേര് മുഖമൊക്കെ അങ്ങ് മാറുക പെട്ടെന്ന്. അന്നേരം ആദർശ് ചോദിക്കും, അതെന്താ ആ പേര് കേട്ടപ്പോഴേ അങ്കിളിൻ്റെ മുഖം മാറിയത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അന്നേരം ഉണ്ട് മോനെ, അന്ന് നടന്ന ആ ചതി എൻ്റെ മനസ്സിൽ ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയത് എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അന്ന് സംഭവിച്ചത് എന്താണ് എന്ന് എനിക്കറിയണം, അത് തുറന്നു പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്. അന്നേരം അങ്ങനെ പറയും, ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല തെളിഞ്ഞ് തന്നെ എൻ്റെ മനസ്സിലുണ്ട് അന്ന് നടന്ന സംഭവങ്ങളെല്ലാം, അതൊരിക്കലും ഞാൻ മറക്കുകയില്ല എന്ന് പറയുന്നു. ഏതായാലും ഇവിടെ നിന്ന് സംസാരിക്കേണ്ട, നമുക്ക് പുറത്ത് പോകാം എന്ന് പറഞ്ഞ് ആദർശും ശങ്കരനോട് പുറത്തേക്ക് പോവുകയാണ്. പിന്നെ അവർ പോയി നിന്ന് സംസാരിക്കുന്നത് അനിയും നന്ദുക്കെ എന്നും കണ്ടുമുട്ടുന്ന ആ പാർക്കില്ലേ, ആ പാർക്കിൽ വെച്ചാണ്. അവർ അവിടെ നിന്ന് സംസാരിക്കുമ്പം ശങ്കരൻ പറയുന്നുണ്ട്, നാഗേന്ദ്രൻ ഒരു നല്ല ആളായിരുന്നു, അങ്ങനെ ഒരു ചതിയനാണ് എന്ന് ഞാൻ പറയത്തില്ല. വന്ന കാലത്ത് അനന്തപുരിയിലേക്ക് വന്ന കാലത്ത് അയാളൊരു നല്ല ആളായിരുന്നു, നമ്മുടെ ജ്വല്ലറിയെ നല്ല രീതിയിൽ അയാൾ സഹായിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. പിന്നെ ജലജയെക്കുറിച്ച് പറയുന്നുണ്ട്. ജലജയുടെ സ്വഭാവം അത്ര ശരിയല്ല. ആ വീട്ടിലുള്ള എല്ലാവർക്കും മൂർത്തി സാറിൻ്റെ സ്വഭാവം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും വളർത്തുമകളായ ജലജ അങ്ങനെ അല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അങ്ങേര് പറയുന്നുണ്ട്, ജലജേനെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് സുമുഖനായ നാഗേന്ദ്രൻ വന്നപ്പം ജലജേനെ നാഗേന്ദ്രനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്. നാഗേന്ദ്രൻ ഒരു MBA-കാരനായതുകൊണ്ട് തന്നെ ജ്വല്ലറിയിലെ കാര്യങ്ങൾ നല്ല രീതിയിൽ നോക്കിയിരുന്നു. നാഗേന്ദ്രൻ വന്നതിന് ശേഷം നല്ലൊരു ഉയർച്ച നമുക്ക് ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ജയനേക്കാളും അജയനേക്കാളും കൂടുതൽ സ്വാതന്ത്ര്യം ജ്വല്ലറിയിൽ കൊടുത്തിരുന്നതും നാഗേന്ദ്രനായിരുന്നു എന്നൊക്കെ പറയും. എന്നിട്ട് അന്നേരം ഇത് കേൾക്കുമ്പോൾ ആദർശ് ചോദിക്കും, പിന്നെ എവിടെ വെച്ചാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് എന്ന്. അന്നേരം അങ്ങനെ ഓർത്ത് നിന്നിട്ട് പറയുന്നതായിട്ട് കാണിക്കുവാണ്. പിന്നെ മുത്തശ്ശൻ്റെ പഴയ കാലം കാണിക്കുന്നത്, താടിയൊക്കെ കറുപ്പിച്ച് ചെറുപ്പക്കാരനായിട്ടിരിക്കുന്ന മുത്തശ്ശനെ കാണിക്കുന്നത്. മുത്തശ്ശൻ്റെ അടുത്തേക്ക് നാഗേന്ദ്രൻ ചെല്ലുന്നു. എന്തിനാ അങ്കളെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പം, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയും. എന്നിട്ട് പറയുവാണ്, നമ്മളിപ്പം 1ാം സ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിൽ പോലും നമുക്ക് താഴെ കോമ്പറ്റീഷനിൽ ഉള്ളത് 3-4 ജ്വല്ലറികളാണ്. അവരെപ്പോൾ വേണമെങ്കിലും നമുക്ക് മുകളിലേക്ക് ഉയരാം. അതിനെ അനുവദിച്ചുകൂടാ. നമുക്ക് 1ാം
ഒന്നാം സ്ഥാനം തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ നാഗേന്ദ്രൻ പറയുവേ. അന്നേരം മുത്തശ്ശൻ പറയും അതുപോരാ, അതുകൊണ്ട് ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത് എന്ന് പറയും. എന്നിട്ട് അടുത്തേക്ക് ഒരു ബോക്സ് നീക്കി വെച്ചിട്ട് ഇതൊന്ന് തുറന്നു നോക്കാൻ പറയും. അത് തുറന്നു നോക്കുമ്പം അതിൻ്റെ അകത്ത് ഒരു നെക്ക് പീസാണ്. ഭയങ്കര ഭംഗിയുള്ള ഒരു നെക്ക് പീസാണെന്ന് പറയപ്പെടുന്നു. അത് ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ജർമ്മനിയിൽ പോലും ആ ഒരു ഡിസൈൻ റെയർ ആണ് എന്നൊക്കെ പറയുന്നു. ഏതായാലും നാഗേന്ദ്രൻ അതെടുത്ത് നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇതുപോലൊരു ഡിസൈൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ആ നെക്ക് പീസിനെ പുകഴ്ത്തി കഴിയുമ്പം മുത്തശ്ശൻ പറയുവാണ്, നമുക്ക് ഈ പ്രാവശ്യത്തെ അക്ഷയ തൃതീയയിൽ ഇതും നമ്മുടെ ജ്വല്ലറിയിൽ വെക്കണം. നല്ല രീതിയിൽ എങ്ങനെയെങ്കിലും കളക്ഷൻ ഉണ്ടാക്കണം. ഇതാർക്കും കൊടുക്കരുത്. പിന്നെ ആരെങ്കിലും നല്ല തുക ഓഫർ ചെയ്താൽ മാത്രമേ ഇത് വിറ്റ് കളയാവുള്ളൂ. എങ്ങനെയെങ്കിലും ആ രീതിയിൽ നമ്മുടെ കമ്പനി ഒന്ന് ഉയർത്തിക്കൊണ്ട് വരാൻ നോക്കണം എന്നൊക്കെ പറയുമ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഈ ഒരൊറ്റ പീസ് വെച്ച് തന്നെ നമുക്ക് കുറേ സെയിൽസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പം എനിക്ക് നിന്നെ നല്ല വിശ്വാസമാണ്, അതുകൊണ്ടാണ് നിന്നെ തന്നെ ഞാൻ ഇത് ഏൽപ്പിക്കുന്നത്. ഏതായാലും അക്ഷയ തൃതീയമൊക്കെ ആകുന്ന സമയം ഇത് ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോയാൽ മതി. അതുവരെ ഇത് നിൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന് മുത്തശ്ശൻ പറയുവാണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നാഗേന്ദ്രൻ അതെടുത്തുകൊണ്ട് പോയി കഴിയുമ്പോഴേക്കും ഭയങ്കര സന്തോഷത്തോടെ എന്തൊക്കെയോ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുന്ന മുത്തശ്ശനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.